ബർമിംഗ്ഹാം ക്നാനായ കാത്തലിക് അസോസിയേഷന്റെ ദൃശ്യാവിഷ്കാരം ക്നാനായ സമുദായത്തിന് അപമാനകരമെന്ന് കോട്ടയം അതിരൂപത ജാഗ്രതാ സമിതി. കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും ആയതിനാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ ദൃശ്യാവിഷ്കാരം ബന്ധപ്പെട്ടവർ പിൻവലിച്ച് ക്നാനായ കത്തോലിക്ക സമുദായത്തോടും കത്തോലിക്ക സഭയോടും മാപ്പ് പറയണമെന്നും കോട്ടയം അതിരൂപത ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു. ക്രൈസ്തവർ ഏറെ പരിശുദ്ധിയോടെ ആചരിക്കുന്ന കുരിശിന്റെ വഴിയെ അവഹേളിച്ചത് ഏറെ വേദനയുളവാക്കുന്നതും അപലപനീയവുമാണെന്ന് കോട്ടയം അതിരൂപത ജാഗ്രതാ സമിതി അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ അവഹേളിക്കാൻ ശ്രമിച്ചത് നവീകരണ സമിതി കേസ് കൈകാര്യം ചെയ്തവരെയാണെങ്കിലും ഇതുവഴി അവഹേളിക്കപ്പെട്ടത് നമ്മുടെ രക്ഷകനായ യേശുവും നമ്മൾ അംഗമായ ആഗോള കത്തോലിക്ക സഭയും കോട്ടയം അതിരൂപതയും ഓരോ വിശ്വാസിയുമാണ്. അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു സമുദായമായി പൊതുസമൂഹം കണ്ടിരുന്ന ക്നാനായ സമുദായത്തെ പൊതുജനമധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ മാത്രമല്ലാതെ ഇതുപോലൊരു അവതരണം എന്ത് സന്ദേശമാണ് ഇതുവഴി ലോകത്തിന് നൽകുന്നത്? ഇത്തരത്തിലുള്ള അവതരണങ്ങൾ സൃഷ്ടിച്ചവർ തങ്ങളുടെ വിശ്വാസരാഹിത്യവും സംസ്കാര ശൂന്യതയുമാണ് വെളിവാക്കിയതെന്നേ കരുതാനാകൂ. വളർന്നുവരുന്ന നമ്മുടെ മക്കൾക്ക് എല്ലാ തരത്തിലും മാതൃകയാകേണ്ട മുതിർന്നവർ തന്നെ അവർക്ക് ഇടർച്ചയും തെറ്റായ സന്ദേശവും നൽകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം പ്രവൃത്തികൾ അവരുടെ വിശ്വാസത്തിന്റെ നാമ്പുകൾ നുള്ളിക്കളയുകയായിരിക്കും ചെയ്യുക. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മൂലം എന്തുമേതും എവിടെയും ചെന്നെത്തുന്ന ഈ കാലത്തിൽ ഇത്തരത്തിലുള്ള അവതരണങ്ങൾ എവിടെയൊക്കെ ചെന്നെത്തുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ്. കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന പേരിൽ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ നിയമപരമായും സഭാപരമായും നമ്മളെ സഹായിക്കേണ്ടവരെ തന്നെ നമ്മൾക്ക് എതിരാക്കുന്ന സമീപനമാണ് ഇതുവഴി ഉളവാകുന്നത്. ആയതിനാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ ദൃശ്യാവിഷ്കാരം ബന്ധപ്പെട്ടവർ പിൻവലിച്ച് ക്നാനായ കത്തോലിക്ക സമുദായത്തോടും കത്തോലിക്ക സഭയോടും മാപ്പു പറയണമെന്ന് കോട്ടയം അതിരൂപത ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു. ഷെഖ്ഹൈന ന്യൂസ്, കോട്ടയം.